അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കിത്തരട്ടെ. അല്ലാഹു എല്ലാ രോഗങ്ങളിൽ നിന്നും നമ്മളെ കാക്കുമാറാകട്ടെ. എന്തെങ്കിലും രോഗത്തിൻ്റെ അണുക്കൾ ആരുടെയെങ്കിലും ശരീരത്തിൽ ഉണ്ടെങ്കിൽ അല്ലാഹു എല്ലാം കരിച്ചു കളഞ്ഞ് ജീവിതത്തിൽ ആഫിയത്തും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബഹുമാനമുള്ളവരെ, പ്രവാചക സ്നേഹം എന്നും ഒരു വാടാ മലരായി നിൽക്കേണ്ടതാണ്. പ്രവാചകനെ കുറിച്ചുള്ള ഓരോ അറിവും ആ മലർവാടിയോടുള്ള ഒടുങ്ങാത്ത സ്നേഹമാണ് നൽകുന്നത്. അതിനതിരുകളിലില്ല. കേവലം ഇന്ദ്രിയപരമായ വികാരത്തിൻ്റേതല്ല, അത് ആത്മാവിൻ്റെ ഉള്ളിൽ തൊട്ടറിയുന്ന സ്നേഹവും ആദരവും സമ്മിശ്രമായിട്ടുള്ളൊന്നാണ്. ഭൗതികമായോ അഭൗതികമായോ ചിന്തിച്ചാൽ ഒരു മുസ്ലിം ഏറ്റവും അധികം സ്നേഹിക്കപ്പെടേണ്ടത് മുത്തുനബിയാണ്. പ്രവാചക സ്നേഹം എന്നതിനേക്കാൾ ഉചിതം പ്രവാചക പ്രേമമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലയോ മുഅ്മിനേ, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി. നിങ്ങൾ യഥാർത്ഥ സത്യവിശ്വാസിയാവണമെങ്കിൽ, നിങ്ങളൊരു മുഅ്മിനാവണമെങ്കിൽ, നിങ്ങൾ പരിപൂർണമായൊരു വിശ്വാസിയാവണമെങ്കിൽ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നിങ്ങളുടെ മക്കളെക്കാളും ലോകത്തുള്ള സർവ്വജനങ്ങളെക്കാളും എന്നിലേക്ക് നിങ്ങൾ കൂടുതൽ ഇഷ്ടം വയ്ക്കുന്നത് വരെ നിങ്ങളൊരു പരിപൂർണമായ വിശ്വാസിയാവുകയില്ലെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ പ്രവാചകരെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോൾ, മുഅ്മിനേ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും പറഞ്ഞത് അതല്ലേ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്. അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ നിങ്ങൾ ഇഷ്ടം വെക്കുന്നുവെങ്കിൽ ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ക്ലാസ്സിൽ അള്ളാഹു തൗഫീഖ് നൽകട്ടെ.